വിശ്വാസവഞ്ചന. നിങ്ങൾ ഒരാൾ വിശ്വസിച്ചു, നിങ്ങളെ അയാൾ വഞ്ചിച്ചു, നിങ്ങൾക്ക് പ്രയാസം തോന്നുന്നു അയാളെ കുറിച്ച്. നിങ്ങൾ ബുർജ് ഖലീഫയിലേക്ക് വരാൻ പറഞ്ഞൊരു ഒരാള് 4 മണിക്ക് നിങ്ങൾ അവിടെ പോയി, അയാൾ വന്നില്ല. വിളിച്ചപ്പോ വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വരാൻ പറഞ്ഞു, നിങ്ങൾ വീണ്ടും പോയി 4 മണിക്ക്, അയാൾ വന്നില്ല. പിറ്റേ ദിവസം അയാൾ വന്നില്ല. ഒരു 3 ദിവസം അയാൾ വാക്ക് പറഞ്ഞ് പാലിച്ചില്ല. നിങ്ങൾ അടുത്ത പ്രാവശ്യം പോവുക അയാളെ കാണാൻ. അങ്ങനെ ഒരു പോയിന്റ് എത്തുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ പറയുന്ന ആളെ വിശ്വസിക്കാതെയാവും. കാരണം എന്താ, പ്രോമിസ് അയാൾ കീപ്പ് ചെയ്തില്ല. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ വെറുക്കാൻ തുടങ്ങും. ഇനി നമ്മളോട് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര പ്രോമിസ് നമ്മളോട് കൊടുത്തിട്ടുണ്ട്. നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം, ഞാൻ ഇന്ന് ചെയ്തില്ല, ഓക്കെയാണ്. 2 ദിവസം കഴിഞ്ഞ് ചെയ്തില്ല, ഓക്കെയാണ്. ഒരാഴ്ചയായിട്ട് ഞാൻ ഇത് വീണ്ടും ഞാൻ പ്രോമിസ് കൊടുക്കും, ഞാൻ പ്രൂവ് ചെയ്യില്ല, പ്രാക്ടീസ് ചെയ്യില്ല, പ്രോമിസ് കൊടുക്കും, പ്രാക്ടീസ് ചെയ്യില്ല. അപ്പൊ എന്ത് പറ്റുക? വിശ്വാസ വഞ്ചനയാണ്. ആരോട്? ഞാൻ എന്നോട്. പതിയെ എന്ത് പറ്റുമെന്നറിയോ? എനിക്ക് എന്നോടുള്ള വിശ്വാസം കുറയും, എനിക്ക് എന്നോട് ഡൗട്ട് തോന്നും, നമ്മളെ വെറുക്കാൻ തുടങ്ങും. ഇതൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ. പുറത്തൊരു മനുഷ്യൻ നിങ്ങളെ പറ്റിച്ചു, ഇതേപോലെ വരാമെന്ന് പറഞ്ഞു വന്നില്ല, അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ വന്നിട്ട് നിങ്ങളോട് സോറിയൊക്കെ പറഞ്ഞു, കെട്ടിപ്പിടിച്ചു, ഒന്ന് കരയൊക്കെ ചെയ്തു. നമ്മൾ മാപ്പ് കൊടുക്കില്ലേ? അതേപോലെ നമുക്കും നമ്മളെ ഫൊർഗീവ് ചെയ്യണം. റെസ്പോൺസിബിലിറ്റി എന്റെ ആയിരുന്നു ചെയ്യേണ്ടത്, ഞാൻ ചെയ്തില്ല, ഞാൻ ഇപ്പൊ അക്കൗണ്ടബിൾ ആണ്. കുറെ കാര്യങ്ങൾ, ലിസ്റ്റ് ഓഫ് തിങ്സ് എനിക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു, ഞാനത് ചെയ്തിട്ടില്ല, പക്ഷെ ഇനി ഞാൻ ചെയ്യും. പക്ഷെ ഇത്രയും നാൾ ചെയ്യാത്തതിനെ നമ്മളതങ്ങ് പൊരുത്തപ്പെടണം, അക്സെപ്റ്റ് ചെയ്യണം.